ഹായ്, നമസ്കാരം പ്രിയപ്പെട്ടവരെ. ഇന്ന് ഞാനൊരു കൊച്ചു പുസ്തകം പരിചയപ്പെടുത്താം. പുസ്തകത്തിൻ്റെ പേര് അകത്തെ നിധി എന്നതാണ്. ഇത് എഴുതിയിരിക്കുന്നത് റവറൻ ഡോക്ടർ വിൻസെൻ്റ് വാര്യത്ത്. ഇതൊരു KCSL പ്രസിദ്ധീകരണമാണ്. ഇത് KCSL സ്റ്റഡി സർക്കിളിനും KCSL ക്വിസുകൾ, സ്കോളർഷിപ്പ് എക്സാമുകൾ എല്ലാത്തിനും ഉപകാരപ്രദമായൊരു പുസ്തകമാണ്. ദാറ്റ് ഈസ് അകത്തെ നിധി, അതായത് ദ ട്രഷർ വിത്തിൻ എന്നാണ് ഈ ഒരു പുസ്തകത്തിൻ്റെ ടൈറ്റിൽ. അപ്പോൾ ഇതിലെ ആദ്യത്തെ അധ്യായം നമുക്കെടുക്കാം. ആദ്യത്തെ അധ്യായത്തിൻ്റെ അകത്തെ നിധി എന്നാണ് ഇതിലെ ആദ്യത്തെ തന്നെ അധ്യായമുള്ളത്. അതിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. അപ്പോൾ ഇതൊരു പഠന വിഷയമായതുകൊണ്ട് തന്നെ നമുക്ക് തീർച്ചയായും ഈ ഒരു പുസ്തകത്തിലെ ഓരോ അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് പഠിക്കാനായിട്ടും ആഴത്തിൽ ചിന്തിക്കാനായിട്ടും സാധിക്കും. അപ്പോൾ ഇതിൽ ഓരോ അധ്യായവും നമുക്ക് കൂടുതൽ പഠിക്കാനായിട്ടുണ്ട്. അകത്തെ നിധി എന്നത് പറയുന്നത് നമ്മുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ്. എന്താണ് വിദ്യാഭ്യാസം? ഈ അകത്തെ നിധി കണ്ടെത്തുക എന്നതാണ് വിദ്യാഭ്യാസം. ഗുരുവിൻ്റെ അടുത്ത് നിന്ന് ഒരിക്കലും ശിഷ്യൻ ചോദിക്കുകയാണ്, യഥാർത്ഥ സത്യം തിരിച്ചറിയാൻ വീടും നാടും വിട്ട് ഞാൻ അലച്ചിൽ ആരംഭിച്ചിരിക്കുകയാണ്. ഉൾക്കണ്ണ് തുറന്ന് അവൻ്റെ ഉള്ളിലെ സത്യം തിരിച്ചറിഞ്ഞ് ഗുരു അവൻ്റെ മുതുകിൽ മൃദുവായി ഒന്ന് തട്ടിയിട്ട് പറയുകയാണ്, യഥാർത്ഥ നിധിപ്പുര അകത്ത് തന്നെ ഇരിക്കെ നീ എന്തിനാണ് നിധി തേടി പുറത്തെങ്ങും അലയുന്നത്? അതായത് നമ്മുടെ ഉള്ളിലേക്കുള്ള ആ നിധി കാണാൻ ശ്രമിക്കാതെ പുറത്തെല്ലാം അലഞ്ഞു നടക്കുന്നത് കൊണ്ട് നമുക്ക് അകത്തെ നിധി കാണാനായിട്ട് സാധിക്കില്ല. അതിന് നമുക്ക് ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലണം. ആഴത്തിലിറങ്ങിച്ചെന്നാൽ മാത്രമേ ആ നിധി കണ്ടെത്താനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. അതാണ് വിദ്യാഭ്യാസം എന്നത്. വിദ്യാഭ്യാസം എന്നാൽ ദ ട്രഷർ വിത്തിൻ, ദ ലേണിംഗ് ടു ബി, ലേണിംഗ് ടു ഡു, ലേണിംഗ് ടു നോ, ലേണിംഗ് ടു ലിവ് ടുഗെദർ. ഈ ഒരു നിക്ഷേപങ്ങളൊക്കെയാണ്, ഈ ഒരു ഡ്രാഫ്റ്റ് സ്വന്തം നിക്ഷേപം കണ്ടെത്താൻ ഒരു വിദ്യാർത്ഥിയെ പ്രാപ്തമാക്കുന്ന 4 കാര്യങ്ങളാണ്. ഈ 4 കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ലേണിംഗ് ടു ബി, ലേണിംഗ് ടു ഡു, ലേണിംഗ് ടു നോ ആൻഡ് ലേണിംഗ് ടു ലിവ് ടുഗെദർ എന്ന ഈ ആപ്തവാക്യങ്ങൾ. ഓക്കെ, അങ്ങനെ ഇതിലേക്ക് കൂടുതലായിട്ട് ഇറങ്ങിച്ചെന്നാൽ ഇത് യുനെസ്കോ തയ്യാറാക്കിയ എഡ്യൂക്കേഷൻ ഡ്രാഫ്റ്റിൻ്റെ ഒരു ശീർഷകം തന്നെ വളരെ സുന്ദരമാണ്. ലേണിംഗ് ദ ട്രഷർ വിത്തിൻ, അതായത് അകത്തെ നിധി കണ്ടെത്തുക എന്നത് തന്നെ. ആ ഒരു പരിശീലനം, അകത്തെ നിധി കണ്ടെത്താനുള്ള പരിശീലനം തന്നെയാണ് വിദ്യാഭ്യാസം എന്നത്. കുറച്ചുകൂടെ കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ താൻ എന്താണോ അത് മനസ്സിലാക്കി അതിൽ തന്നെ ആയിരിക്കാനും വളരാനും കഴിവുകൾ ഉപയോഗിച്ച് പ്രായോഗികവും അർത്ഥപൂർണവുമായ കാര്യങ്ങൾ ചെയ്യാനുള്ള അറിവ് നിറവാക്കി മാറ്റാനും അറിവും നിറവും പ്രവൃത്തികളും മറ്റുള്ളവരുമായി സമരസത്തിൽ മുന്നേറുന്നതിന് ഉപയോഗിക്കാനുമാണ് വിദ്യാഭ്യാസം. അപ്പം അകത്തെ നിധി കണ്ടെത്തുക മാത്രമല്ല, അത് മറ്റുള്ളവർക്കും കൂടെ ഉപകാരപ്രദമായ രീതിയിൽ പ്രയോജനപ്പെടുത്തുമ്പോഴാണ് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം പൂർത്തിയാവുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട പരിശീലനം എല്ലാവരെയും ഉൾക്കൊള്ളാവുന്ന വിധത്തിൽ ഹൃദയം വിശാലമാക്കി ജീവിക്കുക എന്നതാണ്. എല്ലാവരെയും സ്വീകരിക്കാനുള്ള ആ ഒരു കഴിവ് നേടുക. വിദ്യാഭ്യാസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാവരെയും ഒരുപോലെ കണക്കാക്കി എല്ലാവരെയും സ്വീകരിക്കുക, എല്ലാവരെയും പരിഗണിക്കുക. ഇതൊക്കെയാണ് വിദ്യാഭ്യാസം. എഡ്യൂക്കേഷൻ എന്ന പദത്തിൻ്റെ മൂലം തിരയുമ്പോൾ 3 പദങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് എഡ്യൂകെയർ എന്നും എഡ്യൂസിയർ എന്നും എഡ്യൂകാറ്റും എന്നുമാണ്. എഡ്യൂകെയർ, എഡ്യൂസിയർ ആൻഡ് എഡ്യൂകാറ്റും. ഒന്നാമത്തെ പദത്തിൻ്റെ അർത്ഥം പാകപ്പെടുത്തുക. എഡ്യൂകെയർ എന്നത് പറഞ്ഞാൽ പാകപ്പെടുത്തുക. എഡ്യൂകെയർ എന്നത് പറഞ്ഞാൽ പാകപ്പെടുത്തുക. രണ്ടാമത്തെ പദത്തിൻ്റെ അർത്ഥം നല്ലത് പുറത്തെടുക്കുക. അതായത് എഡ്യൂസിയർ എന്ന് പറയുന്നത് നല്ലതിനെ പുറപ്പെടുത്തുക. ആദ്യത്തേത് പാകപ്പെടുത്തുക, പുറത്തെടുക്കുക. ഇനി മൂന്നാമത്തേത് എന്താ? പരിശീലിപ്പിക്കുക. അപ്പോൾ പാകപ്പെടുത്തുക, പുറത്തെടുക്കുക, പരിശീലിപ്പിക്കുക. അപ്പോൾ ഈ 3 തലത്തിലൂടെയാണ് വിദ്യാഭ്യാസത്തിൻ്റെ പോകേണ്ടത്. ഈ 3 തലത്തിലൂടെ പോകുമ്പോഴും ആണ് വിദ്യാഭ്യാസം പൂർത്തിയാകുന്നത്. എല്ലാവരെയും സ്വീകരിക്കാനുള്ള വിശാല മനസ്സ് നേടുന്നത്. പള്ളിക്കൂടത്തിൽ സംഭവിക്കേണ്ടത് ഓരോ വിദ്യാലയത്തിലും സംഭവിക്കേണ്ടത് ഇത് തന്നെയാണ്. പരിശീലിപ്പിക്കുക, കണ്ടെത്തുക, പുറത്തെടുക്കുക, പാകപ്പെടുത്തുക, പുറത്തെടുക്കുക, പരിശീലിപ്പിക്കുക. പാകപ്പെടുത്തുക, പുറത്തെടുക്കുക, പരിശീലിപ്പിക്കുക. എഡ്യൂക്കെയർ,
എഡ്യൂസിയർ ആൻഡ് എഡ്യൂക്കാറ്റും. ഓക്കെ, ഇനി അടുത്തൊരു ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ നാളെ ഒരാളുടെ അനന്ത സാധ്യതകളിലേക്ക് പാകപ്പെടുത്തിയെടുക്കുക, ചീന്തിയൊരുക്കി ബെസ്റ്റാക്കിയെടുക്കുക, ഏറ്റവും മികച്ചതിനെ കണ്ടെത്താൻ, തൊട്ടുണർത്താൻ, അത് പുറത്തെടുക്കാൻ അയാളെ സഹായിക്കുക, അങ്ങനെ സമഗ്രമായ മുന്നേറ്റത്തിനായി അയാളെ പരിശീലിപ്പിക്കുക. ഇതെല്ലാം നമ്മുടെ പള്ളിക്കൂടങ്ങളിൽ സംഭവിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷം ഓരോ പള്ളിക്കൂടങ്ങളിൽ നിന്നും പുറത്തു വരേണ്ടത് പള്ളിക്കൂട്ടങ്ങളാണ്. അതായത് ഈ തരത്തിൽ എല്ലാ തരത്തിലും ഈ 3 തലത്തിൽ കൂടെയും കടന്നു പോയി വരുന്ന പള്ളിക്കൂട്ടങ്ങളാണ് ഈ ഓരോ പള്ളിക്കൂടങ്ങളിൽ നിന്നും പുറത്തു വരേണ്ടത്. അപ്പം ഈ വിദ്യാഭ്യാസം എന്നതിന് നമ്മുടെ അതായത് ഈശ്വരനുമായിട്ട് വളരെ അഭേദ്യമായൊരു ബന്ധമുണ്ട്. അതായത് സ്വയം തിരിച്ചറിയാനുള്ള ആ ഒരു വഴികൾ നമുക്ക് തുറന്നു തരുന്നത് ഈ ഒരു വിദ്യാഭ്യാസമാണ്. സ്വയം തിരിച്ചറിയുകയും മറ്റുള്ളവരെ സ്വീകരിക്കാനുള്ള മനസ്സ് പാകപ്പെടുത്തിയെടുക്കാനായിട്ട് സഹായിക്കുന്നതൊക്കെയാണ് വിദ്യാഭ്യാസം. എഡ്യൂക്കേഷൻ ഇസ് എ പാസ്പോർട്ട്. ഏറ്റവും അവസാനമായിട്ട് അതിൽ പറയുന്നത് എഡ്യൂക്കേഷൻ പാസ്പോർട്ട് ടു ദ ഫ്യൂച്ചർ. നമുക്ക് മറ്റൊരു രാജ്യത്തേക്ക് പോകാനായിട്ട് പാസ്പോർട്ട് ആവശ്യമുണ്ട്. അങ്ങനെയെങ്കിൽ ഈ വിദ്യാഭ്യാസം അതിനുള്ള നമുക്ക് ജീവിതത്തിൽ മുന്നേറാനായിട്ടുള്ള ഒരു പാസ്പോർട്ട് തന്നെയാണ്. ജോൺ 23 മാർപ്പാപ്പ പറയുന്നത് പോലെ ഉള്ളിലേക്കും മുന്നിലേക്കും ആഴത്തിലേക്കും ഉയരത്തിലേക്കും ചരിക്കാനുള്ള പ്രകാശപാതയാണ് വിദ്യാഭ്യാസം. ഞാനതൊരിക്കൽ കൂടെ പറയാം. ഉള്ളിലേക്കും മുന്നിലേക്കും ആഴത്തിലേക്കും ഉയരത്തിലേക്കും ചരിക്കാനുള്ള പ്രകാശപാത. അപ്പോൾ ഒരു വെളിച്ചമാണ് വിദ്യാഭ്യാസം തരുന്നത്. ഉള്ളിലേക്കും മുന്നിലേക്കും ആഴത്തിലേക്കും ഉയരത്തിലേക്കും ചരിക്കാനുള്ള പ്രകാശപാതയാണ് വിദ്യാഭ്യാസം. പള്ളിക്കൂടങ്ങളിൽ വേണ്ടത് പള്ളിയുടെ വിശുദ്ധിയും വിശാലതയും വികാസവും വിശ്വാസമുള്ള പള്ളിക്കൂട്ടങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പള്ളിക്കൂട്ടങ്ങളാണ് ഓരോ വിദ്യാലയങ്ങളിൽ നിന്നും പുറത്തു വരേണ്ടത്. പരിശീലന ശേഷം പള്ളിക്കൂടങ്ങളിൽ നിന്ന് പുറത്തു വരേണ്ടത് ഈ പള്ളിക്കൂട്ടങ്ങൾ തന്നെയാണ്. അങ്ങനെയുള്ള ഓരോ പള്ളിക്കൂട്ടങ്ങളും ആകട്ടെ നമ്മുടെ ഓരോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും പുറത്തു വരേണ്ടത് അങ്ങനെയുള്ള നല്ല വിദ്യാർത്ഥികളായി വിദ്യാഭ്യാസം നേടി എല്ലാ തരത്തിലും സമൂഹത്തെ സ്വീകരിക്കാനുള്ള മനസ്സുമായിട്ട് ഓരോ പള്ളിക്കൂടങ്ങളിൽ നിന്നും പള്ളിക്കൂട്ടങ്ങൾ പുറത്തു വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഒരു അധ്യായം നിർത്തുന്നു. അടുത്തൊരു അധ്യായം ആദ്യം പഠിക്കേണ്ട പാഠം എന്നാണ്. അതുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വരാവുന്നതാണ്. ഓക്കെ, ബൈ.